പിന്നെ മുഴപ്പിലങ്ങാട് കഴിഞ്ഞ് കല്യാശ്ശേരി ഭാഗത്ത് ഒരു ടോൾ പ്ലാസ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ടോൾ പ്ലാസയും വന്നു കഴിഞ്ഞാൽ, ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്താട്ടോ. 18.6 കിലോമീറ്ററാണ് മാഹി ബൈപ്പാസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും കയറുകയാണെങ്കിൽ അഴിയൂരിൽ നിന്നും തുടങ്ങിയിട്ട് മുഴപ്പിലങ്ങാടിൻ്റെ അവസാനം, അപ്പോൾ മാഹി ടൗണും അതുപോലെ തന്നെ തലശ്ശേരി ടൗണും പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടാണ് ഈ മാഹി ബൈപ്പാസ് കടന്നു പോകുന്നത്. മാഹി ബൈപ്പാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ടോൾ പ്ലാസ വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ടോൾ പ്ലാസേൻ്റെ പൂർണ്ണ രൂപാട്ടോ. എന്തൊക്കെയാണ് ടോൾ പ്ലാസയിലുള്ളത്, എങ്ങനെയാണ് ടോൾ പ്ലാസ കടന്നു പോകുന്നതെന്നൊക്കെ നമുക്കിന്ന് വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അഴിയൂർ ഭാഗത്തു നിന്നാട്ടോ കയറിയിരിക്കുന്നത്. അപ്പോൾ അഴിയൂർ ഭാഗത്തുനിന്നോട് കയറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ കാണുന്ന ഒരു ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം അവിടെ ഒരു ബോർഡ് ഉണ്ടാകും 350 മീറ്റർ ദൂരമുണ്ട് ടോൾ പ്ലാസയ്ക്ക് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് കാണുന്നത് ഇതാ, മെയിൻറ്റെയിൻ മിനിമം 5 മീറ്റർ ഡിസ്റ്റൻസ് എന്നുള്ളത്. എന്നുവെച്ചാൽ 5 മീറ്റർ ഓരോ വാഹനങ്ങളും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ട്രാക്ക് വന്നിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ, ഇവിടം വരെ 3 വരിയാണ്. പക്ഷേ 6 വരി പാതയാണ് നമ്മളെ മാഹി ബൈപ്പാസ് ഉള്ളത്. അതിൽ ഇവിടെ എത്തുന്ന സമയത്ത് 2 വരി ആകുകയാണ്. കണ്ടോ, 1, 2. അപ്പോൾ ഒരു ഭാഗത്തേക്ക് 2 വരിയും മറുഭാഗത്തേക്ക് 2 വരി, അങ്ങനെ ടോട്ടൽ 4 വരിയായിട്ടാണ് വരുന്നത് മാഹി ബൈപ്പാസിലുള്ള ടോൾ പ്ലാസ. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടാണെന്ന് പറയുന്നത്. ഇത് ഇപ്പം നമ്മളെ ഇവിടെ മുക്കാളിയിൽ ഒരു ടോൾ പ്ലാസ വരാണ്ട്, ആ ടോൾ പ്ലാസ വന്നു കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ടോൾ പ്ലാസ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒന്നുള്ളത് കല്യാശ്ശേരിയിലാണ്. അപ്പോൾ കല്യാശ്ശേരിയിൽ വരുന്ന ടോൾ പ്ലാസയും അതുപോലെ തന്നെ മുക്കാളിയിൽ വരുന്ന, വെച്ചാൽ വടരക്കടുത്ത് മുക്കാളിയിൽ വരുന്ന ടോൾ പ്ലാസിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിലുള്ള ഈ ടോൾ പ്ലാസ ഒഴിവാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം മാഹി ബൈപ്പാസ് ഉടനെ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും. കാരണം പണികളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ചില സ്ഥലത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ബാക്കിയുള്ളൂ. അപ്പം ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കൂടെ വാഹനങ്ങൾ എങ്ങനെയാണ് പോകാൻ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം 3 വരിയിൽ നിന്നും നമ്മൾ 2 വരിയിൽ കയറണം. 2 ട്രാക്ക് ഇവിടെയും 2 ട്രാക്ക് അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോൾ പ്ലാസയിലേക്ക് പോകാട്ടോ. വണ്ടിയല്ല, നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈൻ 2 ബസ് ആൻഡ് ട്രക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ലൈൻ 1 കാർ ജീപ്പ് വാന്. അപ്പോൾ അവിടെ ബസ്സും ട്രക്കുമാണ് ആ ഭാഗത്ത്. ഇവിടെ കാറ് ജീപ്പ് വാന് അതാണ് ഈ ഭാഗത്തുള്ളത്. ഇതേമാതിരി തന്നെ മറുഭാഗത്തും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ടോൾ പ്ലാസ. ടോൾ പ്ലാസ ശരിക്ക് 6 വരി വന്നിട്ട് 4 വരിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെ വാഹനങ്ങളുടെ എത്രയ്ക്കാണ് ടോൾ വരുന്നത് എന്നുള്ളൊരു ബോർഡുണ്ട്. ആ ബോർഡ് അവിടെ മറച്ച് വെച്ചിരിക്കുകയാണ്. ഞാനത് വ്യക്തമായിട്ട് പിന്നീട് പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ടോൾ പ്ലാസയിൽ കയറുകയാണ്. അപ്പോൾ ഇതിലൂടെ കയറുമ്പോൾ ലൈറ്റ് ഫാസ്റ്റാഗ് ഉണ്ടോ ഫുള്ള് വരുന്നത്. കഴിഞ്ഞ് ഫാസ്റ്റാഗ് എത്രയും പെട്ടെന്ന് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ഫാസ്റ്റാഗ് വാങ്ങിച്ച് വണ്ടിയിൽ ഒട്ടിക്കുക. ഇനി മുതൽ ഫാസ്റ്റാഗിൻ്റെ സംവിധാനം എല്ലാ ടോൾ പ്ലാസകളിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ചാർജ് പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ കയറി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ 4 ക്യാബിൻ, ഒരു ക്യാബിൻ അവിടെ, 2ാമത്തെ ക്യാബിൻ ഇവിടെ, 3ാമത്തെ ക്യാബിൻ ഇവിടെ, 4ാമത്തെ. ഇത് 2 ക്യാബിനും നമ്മൾ നേരെ മുഴപ്പിലങ്ങാട് നിന്ന് വരുന്ന ഭാഗത്തേക്കുള്ള ക്യാബിനാണ്. ഇത് രണ്ടും നമ്മൾ അഴിയൂരിൽ നിന്ന് മുഴപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ക്യാബിനാണ്. അപ്പോൾ ഇവിടെ ചാർജുകളൊക്കെ തെളിയുന്ന ബോർഡുകളുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് കാർ 130 എന്നുള്ളൊരു ബോർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ലൈറ്റ് ബോർഡിൽ തെളിഞ്ഞിരിക്കുന്നു കണ്ടോ, കാർ 130 എന്നുള്ളത്. ഇപ്പോൾ ഇത് മാറുമോ നോക്കാം നമുക്ക്. ഇത് മാറുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ ക്യാമറകളുണ്ട്, ഫുൾ സെറ്റപ്പ് ക്യാമറ. ഇതിൽ കൂടിയാണ് ഫാസ്റ്റാഗ് ഡിറ്റക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് ടോളിൻ്റെ ഗേറ്റ് വന്നല്ല, ടോളിൻ്റെ ബാരിക്കേഡ് വന്നിരിക്കണം കണ്ടോ നിങ്ങൾ. ഇവിടെ മടക്കി വെച്ചിരുന്ന തൽക്കാലം. ഈ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് സ്റ്റഡിയാക്കും. അപ്പോൾ ഇവിടെ താങ്ക്സ് പ്രൊസീഡ് എന്നൊക്കെ മറ്റേ ഫാസ്റ്റാഗിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തെളിയും താങ്ക്സ് പ്രൊസീഡ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ ഇവിടെയാണെന്നാണ് അവർ, ഈ ക്യാബിനിൽ നിന്നാണ് അവർ ഫുള്ള് സംഭവം ഫുള്ള് ഇതിൻ്റെ നിയന്ത്രണങ്ങൾ, ഈ ടോൾ പ്ലാസിൻ്റെ നിയന്ത്രണങ്ങൾ വരുന്നത് കണ്ടോ ഫുള്ളായിട്ട്. ഇത് ചെറിയ അത്ര വലിയ ദൂരമൊന്നുമില്ല ടോൾ പ്ലാസ, ചെറിയൊരു ടോൾ പ്ലാസയാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് അവരുടെ കൺട്രോൾ റൂം കേട്ടോ. ഇവിടെ വലിയ TV ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ കയറാൻ പറ്റില്ല കാരണം നമ്മൾ ഉള്ളിൽ കയറ്റലില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ്, എന്ന് വെച്ചാൽ ടോൾ പ്ലാസയോടനുബന്ധിച്ചുള്ള ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് കൺട്രോൾ റൂം. ഇവിടെയും ബോർഡ് ഉണ്ട്. ഇവിടെ ബോർഡ് മറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എത്ര ടോൾ പ്ലാസ വരുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അത് നമുക്ക് ഈ ടോൾ പ്ലാസ ഒന്ന് കണ്ടുപോകാം മൊത്തത്തിൽ. പിന്നെ ഇപ്പം നമ്മൾ നേരെ മുഴപ്പിലങ്ങാട് നിന്ന് വരുന്ന ഭാഗത്തുള്ള ട്രാക്കിലാട്ടോ. അപ്പോൾ 2 ക്യാബിൻ ഇവിടെ, പിന്നെ അത് അവരുടെ എന്താണ് പറയുക പവർ റൂമാണ്.
ഇവിടെ എന്തൊക്കെയോ ഇവിടെയും തെളിഞ്ഞിരിക്കുന്നു ഇതേമാതിരി. നമ്മളൊന്ന് നോക്കാം. വെൽക്കം ടു എന്താണ് വ്യക്തമായിട്ട് കാണുന്നില്ല. തിരുവങ്ക. അപ്പോൾ ഇതിൽ എന്താ വെൽക്കം ടു തിരുവങ്ങാട് എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് തിരുവങ്ങാടല്ല, ഇത് കൊളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. കൊളശ്ശേരിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാലത്തിൻ്റെയും ഇടയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇപ്പം കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തന്നെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മാഹി ബൈപ്പാസിൽ വന്ന താൽക്കാലികമായിട്ടുള്ള ടോൾ പ്ലാസൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ 2 ടോൾ പ്ലാസ പുതിയത് വരാണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് മാറ്റുന്നതായിരിക്കും. പിന്നീട് മാഹി ബൈപ്പാസിൽ ടോൾ പ്ലാസ ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറുകളും അതുപോലെ തന്നെ വാർത്താ ചാനലൊക്കെ വന്നിട്ടുണ്ട് താൽക്കാലികമാണെന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റുകൾ എങ്ങനെയാണെന്നില്ല. റേറ്റുകൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എങ്ങനെയാണ് നമ്മൾ വാഹനം ഏതൊക്കെ വാഹനത്തിന് എത്ര രൂപ വരും എന്നുള്ളത്, അതുപോലെ തന്നെ 2 ഭാഗത്തേക്കും പോകാൻ എത്ര രൂപ വരും എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഓരോ സ്ഥലത്തും ടോൾ പ്ലാസ വരുന്നത്. അപ്പോൾ ടോൾ നിരക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് കടക്കാൻ, പക്ഷേ ബൈപ്പാസ് കവർ ചെയ്ത് പോകാൻ കാറ്, ജീപ്പ്, വാന് അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾക്ക് 65 രൂപയാണ് വരുന്നത്. ഇരുവശത്തേക്കും എന്ന് വെച്ചാൽ 2 ഭാഗത്തേക്കും ഒരു ദിവസം യാത്ര ചെയ്യാൻ അതേ ദിവസം തന്നെ ആണെങ്കിൽ 100 രൂപ. പിന്നെ 2195 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് 50 യാത്രകൾ ഇതിൽ കൂടെ നടത്താൻ സാധിക്കുന്നതാണ്. പിന്നെ 35 രൂപയാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ടാക്സി വാഹനങ്ങൾക്ക് ഒരു യാത്രയ്ക്കുള്ള നിരക്ക്. പിന്നെ മിനി ബസ് അതുപോലെ തന്നെ ചെറിയ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഒരു ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് 105 രൂപയാണ് ചാർജ്. അതേ ദിവസം തന്നെ 2 ഭാഗത്തേക്കും കടക്കാനാണെങ്കിൽ 160 രൂപയാണ് വരിക. പിന്നെ ബസ്സുകളും ലോറികളും 2 ആക്സിലുള്ള വാഹനങ്ങളുണ്ടല്ലോ, ഒരു വശത്തേക്ക് കടക്കാൻ 225 രൂപയും അതേ വാഹനങ്ങൾ അതേ ദിവസം 2 ഭാഗത്തേക്കും കടക്കാനാണെങ്കിൽ 335 രൂപയും നൽകണം. ഇവർക്ക് 8105 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പ്രതിമാസ പാസും നൽകുന്നതാണ്. അതുകൂടാതെ 3 ആക്സിൽ വാഹനങ്ങളുണ്ടല്ലോ, അവർക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ 245 രൂപയും 2 ഭാഗത്തേക്കാണെങ്കിൽ 355 രൂപയും വരും. 4 ആക്സിൽ വാഹനങ്ങൾ മുതൽ 6 ആക്സിൽ വാഹനങ്ങൾ വരെ ഉള്ളവർക്ക് ഒരു വശത്തേക്ക് 350 രൂപയും ഇരുവശത്തേക്ക് 5425 രൂപയും വരും. പിന്നെ 7 ആക്സിലിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 425 രൂപയും ഇരുവശത്തേക്കാണെങ്കിൽ 640 രൂപയുമാണ് വരുന്നത്. പിന്നെ ഈ ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് 330 രൂപ നിരക്കിൽ പ്രതിമാസ പാസും ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടോൾ നിരക്ക് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.